വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ലണ്ടനിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള സൗത്ത് വാർ കത്തീഡ്രലാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി കണ്ടിട്ട് ഏകദേശം ഒരു 700-900 വർഷം പഴക്കമുള്ള കല്ലുകളും മറ്റ് ശില്പങ്ങളുമാണ് ഈ ഒരു കത്തീഡ്രലുള്ളത്. അപ്പോൾ ഈ ഒരു കത്തീഡ്രലിൻ്റെ ഈ ഒരു ഫ്ലോർ നോക്കിയാൽ ആ ഫ്ലോർ ഫുള്ള് ശവക്കല്ലറകളാണ്. അപ്പോൾ ഈ കല്ലറയുടെയൊക്കെ പേരുകൾ നമുക്ക് കുറേയൊക്കെ നമുക്ക് വായിക്കാവുന്നതുണ്ട്. അതിൻ്റെ ഒരു പകുതി ഭാഗവും മാഞ്ഞു പോയിരിക്കുന്നു. അപ്പോൾ അവിടെ കുറേ പീസ് ഡോഗ്സുകളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരെണ്ണം എടുത്ത് നമ്മൾ ഒരു കുഞ്ഞു നോട്ട് അത് എഴുതി. പള്ളിക്കുള്ളിലോട്ട് പോകുന്ന ഈ ഒരു കോറിഡോർ ഫുള്ള് ശവക്കല്ലറകളാണ്. അപ്പോൾ നമ്മൾ പള്ളിക്ക് ഉള്ളിലോട്ട് കയറി. പള്ളിക്ക് ആകാൻ കാണാൻ നല്ല രസമാണ്. കാരണം നമ്മൾ ചെന്ന സമയത്ത് കറക്റ്റ് കുർബാന തുടങ്ങേണ്ട സമയത്തിന് മുന്നെയാണ് നമ്മൾ ചെന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നോർമലി ഇവിടെ ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ ആൾക്കാരൊക്കെ എപ്പോഴും ഉള്ള സ്ഥലമാണ്. അപ്പോൾ നമ്മളൊരു സൈഡിൽ നിന്ന് നമ്മൾ കണ്ടു തുടങ്ങി. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ഫസ്റ്റ് അതിൻ്റെ തെക്കും വടക്കും ഉള്ള 2 സൈഡുകളാണ് നമ്മൾ കണ്ടു തുടങ്ങിയത്. അപ്പം ഈ ഒരു 2 സൈഡുകളും ചേർന്ന് ഈ ഒരു കത്തീഡ്രൽ നല്ലൊരു ക്രോസ് ഷേപ്പ്ഡ് ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ അകത്തൊരു ചാപ്പലുണ്ട്. അത് ജോൺ ഹാഡ്വേഡിൻ്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച ഒരു ചാപ്പലാണ്. അപ്പം ലണ്ടനിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗോട്ടിക് ശൈലിയിലുള്ള ഒരു കെട്ടിടങ്ങളിലൊന്നാണിത്. പിന്നെ ഇവിടെ ഈ ഒരു കത്തീഡ്രൽ അതിൻ്റെ ചുറ്റുഭാഗത്തിനുള്ളൊരു ചെറിയൊരു മിനിയേച്ചറാണ് ഇടയ്ക്കുന്നത്. ഇതാണ് മദ്ബഹയുടെ ഏറ്റവും അടുത്തു നിന്നുള്ളൊരു വ്യൂ ആണിത്. പിന്നെ ഇവിടെ കൊയർ സെൻറ്റർ ഉണ്ട്. അപ്പോൾ മദ്ബഹയുടെ ആ ഒരു ഇരുഭാഗങ്ങളിലും കാണപ്പെടുന്നത് മിഡീവൽ കൊയർ സ്റ്റാളുകളാണ്. അത് 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കൊയർ സ്റ്റാളുകളാണിതെല്ലാം. അപ്പോൾ ഒരു പള്ളിയുടെ ഹൃദയമല്ല, പള്ളിയുടെ ഏറ്റവും മനോഹരമായ ഭാഗം അതിൻ്റെ മദ്ബഹയാണ്. അപ്പം ഇതിൻ്റെ മദ്ബഹ കാണാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം നിന്നു. കുർബാന തുടങ്ങിയ ഒരു സമയമായിരുന്നു. അപ്പോൾ നമുക്ക് കുറേ നേരം വീഡിയോ എടുത്ത് നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു പള്ളിക്ക് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്ന ഇവിടുത്തെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഗ്ലാസ് വഴി വരുന്ന ഒരു. അപ്പോൾ നമ്മൾ ചർച്ചിനകത്ത് കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ ഇതാണ് അതിൻ്റെ ബാക്ക് ഭാഗം. അപ്പം ഇതുവഴി നമുക്ക് പുറത്തു പോകാൻ വേറെ വഴിയില്ല. കാരണം നമ്മൾ വന്ന മെയിൻ ഡോറിൽ കൂടെ മാത്രമേ നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.